ഹായ് ഹലോ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. എറണാകുളം മാർക്കറ്റ് റോഡിൽ നമ്മുടെ ഒരു സുഹൃത്ത് മുഹമ്മദിൻ്റെ കടയിലാണ്. അദ്ദേഹം ഇപ്പോൾ ഇല്ല, മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഇപ്പോൾ അതെ നടത്തുന്നത്. അപ്പോൾ ഈ കടയുടെ ഒരു പ്രത്യേകത, ഒരുപാട് വർഷം പഴക്കമുള്ളൊരു കടയുണ്ട്. ഈ നിൽക്കുന്ന ആളും ഈ കടയിൽ ഒരുപാട് പഴക്കം ചെന്ന ഒരാളാണ്. നിങ്ങളുടെ മുഹമ്മദിൻ്റെ കൊച്ചാപ്പട മോൻ പേര് മൊയ്തീൻ ബാബു, സൽമ ബാബു. അപ്പോൾ ഞാൻ ഈ കടയുമായിട്ട് നല്ലൊരു അതെ അപ്പോൾ ഞാൻ ഈ കടയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. അപ്പം മരിച്ചുപോയ മുഹമ്മദും ഞാനും വളരെ അടുത്തൊരു കൂട്ടുകാരായിരുന്നു. അപ്പോൾ ഈ കടയുടെ പ്രത്യേക ഹോൾസെയിൽ, അതായത് നമ്മുടെ സ്റ്റോൺസ്, ബെർത്ത് സ്റ്റോൺ, ലക്കി സ്റ്റോണൊക്കെ ഹോൾസെയിൽ, അതുപോലെ തന്നെ സ്വർണം, പ്ലേറ്റിങ്, അതുപോലെ തന്നെ സ്വർണ്ണപ്പണികൾ, പിന്നെ സ്വർണ്ണപ്പണിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കട. അങ്ങനെ ഒരുപാട് സ്വർണ്ണപ്പണിക്കാരൊക്കെ നിരന്തരം വന്ന് സാധനങ്ങൾ മേടിക്കാൻ പോവുകയൊക്കെ ചെയ്യുന്നത് വളരെ തുച്ഛമായ വിലയിൽ. അതിലാണ് ഇവിടെ സാധനങ്ങളൊക്കെ കൊടുക്കുക. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വലിയ മറ്റുള്ള കടകളെ പോലെ വലിയ കത്തിയൊന്നുമില്ല. ബെർത്ത് സ്റ്റോൺ, ലക്കി സ്റ്റോൺ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും വളരെ പൈസ കുറച്ചാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അവരോട് തന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം നമുക്ക് കേട്ടോ. ഞാനിപ്പോൾ ഒരു അത്യാവശ്യമായിട്ട് ഇവിടെ ഒരു കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്താണ്. ഇതാണ് നമ്മുടെ ബാബുച്ചേട്ടൻ. പറയൂ, എന്താ വിശേഷം? നല്ല വിശേഷം. കട അതെ ഇടക്കിടക്ക് തിരക്കിലാണ്. അപ്പോൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ പറയുമ്പോഴാണ് ഞാൻ അറിയാം. യൂട്യൂബിൽ എല്ലാ വീഡിയോയും കാണുന്നുണ്ട്, ലൈക്കൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആളെ പിടി കിട്ടിയിട്ടില്ല, ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. പിന്നെ കച്ചവടം ഉണ്ടോ? കുഴപ്പമില്ല, അതെ അങ്ങനെ പോകുന്നു. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയും. അതാണ് സ്റ്റോൺസ് ഐറ്റങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളി മോതിരങ്ങളൊക്കെ പണിത് കൊടുക്കും. പിന്നെ സ്റ്റോൺ വന്ന് ഓർഡർ അനുസരിച്ച് ചോദിച്ചാൽ നമുക്ക് നല്ല ഇതായിട്ട് ഒറിജിനലായിട്ട് നമ്മൾ യഥാർത്ഥമായിട്ട് കൊടുക്കാം. പിന്നെ വേറെ പഴയ കടയാണ്. ഇത് സാബാഹ് മരിച്ചു പോയി. സാബ് മരിച്ചിട്ട് 25 വർഷമായി. പിന്നെ പുള്ളിയുടെ അനിയനുണ്ടായി, മുഹമ്മദാണ് മുരളിച്ചേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. പുള്ളി മരിച്ചിട്ട് 4.5 വർഷമായി. അവൻ്റെ കസിനാണ് ഈ കട നടത്തുന്നത്. മുമ്പ് പിള്ളേരൊക്കെ പഠിക്കുകയാണ്. അപ്പോൾ ഇത് മുഹമ്മദിൻ്റെ ചേട്ടനാണ്, ഇവിടെ ഉണ്ട്. പുള്ളിയാണ് സ്വർണ്ണ പോളിഷ് എല്ലാം ചെയ്യുന്നത്. എന്തൊക്കെയായിരുന്നു? മഞ്ഞ കളർ എടുത്ത് കൊടുക്കും. പഴയ സ്വർണം പുതിയതാക്കി കൊടുക്കും. വെള്ളി പോളിഷ്, വെള്ളി ചെയിൻ ഐറ്റങ്ങൾ, പരിപാടി. ഞാൻ മൊയ്തീനാണ്. നല്ല പാട്ട് പാടും. പാട്ടാണ്. ഒരു പാട്ട് പാടും. ഇല്ലല്ല, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും പാട്ട് പാട്. പാട്ട് ഇപ്പൊ വരില്ല. രണ്ടുപേര് ഇല്ലല്ല, വരില്ല. പാട്ട് വരില്ലേ? നിമിഷ കവിയല്ലേ? തമിഴ് പാട്ട് രണ്ടുപേര് തമിഴ് പാട്ട്. എന്താണ് അടിച്ചോന്ന് അണ്ണ എത്ര വർഷമൊക്കെ കാണണെന്നറിയാം. അതെ, ഒരുപാട് പഴയ ആള്. ഇതാണ് മൊയ്തീൻ മാപ്പിളെ. ശരിക്കും വീട് എവിടെ? ചെന്നൈ, തമിഴ്നാട്, കന്യാകുമരി, നാഗൂർ കഴിഞ്ഞിട്ട് തിരുച്ചെന്തൂരിനടുത്ത് സാത്താൻകുളം എന്ന് പറയും. നമ്മുടെ സ്റ്റോൺസ് കുറച്ച് കാണിച്ചു കൊടുത്ത്, ഏതെങ്കിലും 1-2 സ്റ്റോൺ എടുക്കും. ബെർത്ത് സ്റ്റോൺ, ലക്കി സ്റ്റോൺ. ഇവിടെ എല്ലാം വളരെ വില കുറവുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് മേടിക്കുന്ന ഇതേ സ്റ്റോൺ തന്നെ നമ്മൾ ഭീമ ജ്വല്ലറിലോ അല്ലെങ്കിൽ കല്യാണിലൊക്കെ പോയി വില ഭയങ്കര കൂടുതൽ. ഇതാണ് സ്റ്റോൺസ് കണ്ടാ. ഇത് മഞ്ഞ പുഷ്യരാകും അല്ലേ? ഇത് ഇമിറ്റേഷനാണ്. ഒറിജിനൽ എടുക്കുക 2 ഏതെങ്കിലും 2 കാണി. ഇതെല്ലാം ഇമിറ്റേഷനാണ്. ഇത് റൂബി ഒറിജിനൽ. ഇത് എത്ര ക്യാരറ്റ് ഉണ്ട്? ഇത് 8 ക്യാരറ്റ്. എന്ത് വില വരും? 15,000 രൂപ. ഇന്ദ്രനീലം ബ്ലൂ സഫയർ. ഞാൻ ഒരുപാട് ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുഹമ്മദിൻ്റെ എനിക്ക് നേരത്തെ ഇത് ഭയങ്കര കാര്യമുള്ള കാര്യമാണ്. ഇത് എമറാൾഡ്.
ഇതെന്തെങ്കിലും ഒരു ഇത് കെട്ടി വെച്ചേക്കണം കൊടുക്കാൻ, ഇതെല്ലാം കെട്ടി വെച്ചേക്കാൻ കൊടുക്കാൻ അല്ലേ? എന്തെങ്കിലും ഒരു വില പറയാനൊരു മടി. ഇതാ ഇന്ദ്രനീലം, ആസ്ട്രേലിയൻ ബ്ലൂ സഫയർ. ഓക്കെ ഓക്കെ, നല്ല വർക്കാണ്ട്. ആരെ ഇവിടെ തന്നെ പണിയാ അത് പുറത്ത് കൊടുക്കും? നമ്മുടെ ആൾ തന്നെ പണിതാണ്. കൊള്ളാം, നല്ല പണി, നല്ല തിളക്കമുണ്ട് കേട്ടോ. സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കുന്നില്ലേ? സർട്ടിഫിക്കറ്റോട് കൂടിയുള്ളതുകൊണ്ടോ അതോ പുഷ്യരാഗ് ഒരെണ്ണം കാണിച്ചേ? ആ മഞ്ഞ പുഷ്യരാഗിൻ്റെ കയ്യിലൊക്കെ ഒരെണ്ണം വെച്ചാൽ ഒരു ജൂവലറി തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. അതിന് പണി സാധനങ്ങളും എല്ലാം ഉണ്ട്. ജൂവലറിക്കാരൊക്കെ ഇവിടെ വന്നിട്ടാണ് സാധനം എടുക്കുക. ഒരെണ്ണം എൻ്റെ കയ്യിലൊക്കെ വെച്ച്. പുഷ്യരാഗാണത്. ഇന്ദ്രനീലം, അമേരിക്കൻ ഡയമണ്ട്. ഇതാണ് കണ്ടോ തിളക്കം, കണ്ട സൂപ്പർ ഉണ്ടോ? ഇതൊക്കെ കയ്യിലിട്ട് ഇങ്ങനെ തിളങ്ങിക്കൊണ്ടേയിരിക്കും. ആഫ്രിക്കൻ അമിബെസ്റ്റ് അല്ലേ? നല്ല തിളക്കമാണല്ലോ. പുഷ്യരാഗ് ഒരെണ്ണം കാണിച്ചേ. എന്നാ സർട്ടിഫിക്കറ്റ് നമ്മൾ എടുത്തു കൊടുക്കുകയാണല്ലേ സർക്കാരിൻ്റെ തന്നെ. ഇങ്ങോട്ട് വരുമ്പോൾ എപ്പോഴും നമ്മുടെ മുഹമ്മദിൻ്റെ ആ ഒരു ഓർമ്മ. രാവിലെ എത്ര മണിക്ക് ഉറക്കും? രാവിലെ 9 മണിയാകുമ്പോൾ. നൈറ്റ് എത്ര മണിക്ക് കൂട്ടും? 8:30 മണി വരെ ഉണ്ട്. 8:30 മണിക്ക് കൂട്ടും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ അടയ്ക്കും. പള്ളി 2:30 തുറക്കും. ഞായറാഴ്ച അവധിയാണ്. ഇവിടെ എറണാകുളത്ത് സെറ്റിലായിട്ട് എത്ര വർഷമായി? 38 വർഷമായിട്ട് ഇവിടെ തന്നെ. എവിടെ? ചക്കരപ്പുറം. ഇത് പവിഴമാണ് കേട്ടോ. പവിഴ സർട്ടിഫിക്കറ്റ് എവിടെയുള്ള പവിഴമാണല്ലേ? സർട്ടിഫിക്കറ്റ് അല്ലേ ഇത്? ഓ, എവിടെ കാണിച്ച്? മാണിക്യം അല്ലേ? ഓക്കെ. എത്ര ക്യാരറ്റ് ഉണ്ട്? അതൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ? പുഷ്യരാഗ് എവിടെ? പുഷ്യരാഗ് എന്താ നമ്മുടെ കല്യാണിക്ക്? ഇതാണ് വൈഡൂര്യ കമ്മലണിഞ്ഞ് അല്ലേ? വൈഡൂര്യം കമ്മലണിഞ്ഞു. ആ, പാട്ടോടെ അറിയാം. വൈഡൂര്യ കമ്മലണിഞ്ഞു. ഇവനാണ് വൈഡൂര്യം. ഇവനാണ് പുഷ്യരാഗം. ഇവനാണ് താരം. പുഷ്യരാഗം. ഓക്കെ, കറക്കി കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ ഐറ്റങ്ങളൊക്കെ ഇതാണ്. ഒരുപാട് ആയുധങ്ങളൊക്കെ, ഇതെല്ലാം സ്വർണ്ണപ്പണികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് അല്ലേ? ഇപ്പുറം സ്വർണ്ണപ്പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ ഐറ്റമാണെന്ന് ഒന്ന് പറയൂ. ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ. ചുറ്റിക, മോതിരപ്പിടി. ആ, പിന്നെ അടക്കൽ. ഓ, സ്വർണ്ണം അടിക്കുന്നത്. മറ്റ് വിളക്കുന്നത്. പിന്നെ വേറെന്തായിട്ട്? ആ ഡെപ്പിയിലൊക്കെ ഇരിക്കണ എന്താ? അത് പാസിയാണത്. കുറഞ്ഞത്. മറ്റേ മുകളിൽ ഇരിക്കണത് ഇത് കാർബൺ സ്വർണ്ണ ഉരുക്കുന്നത്. അതെന്താണ് മുകളിൽ? ഇത് സ്വർണ്ണ ഉരുക്കാണ്. ഓ, സ്വർണ്ണം ഉരിക്കുന്നതല്ലേ? ഒക്കെയാണ് ഐറ്റങ്ങൾ. അത് ബോക്സ് ആണല്ലേ? സ്വർണ്ണ ബോക്സ്. പേഴ്സ് അല്ലേ? മുകളിൽ പേഴ്സ്. അപ്പോൾ ഞാനിവിടെ വന്നത് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കുറച്ചങ്ങോട്ട് വന്നിട്ട് അപ്പോൾ തിരക്ക് കാരണമാണ്. അപ്പോൾ ഞങ്ങളുടെ 7-ാം തീയതിയിലെ പരിപാടിയിലേക്ക് ചേട്ടനെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി
തന്നത്. നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മേടിക്കാനുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞാൽ മതി കേട്ടോ, ഡിസ്കൗണ്ടൊക്കെ കിട്ടും. അത് മുഹമ്മദുള്ള സമയത്തും അങ്ങനെ തന്നെയാണ്, വളരെ വില കുറവാണ്. ഞാൻ പറഞ്ഞില്ല, ബെർത്ത് സ്റ്റോൺ അതുപോലെ ലക്കി സ്റ്റോൺ ഒക്കെ പറയുന്ന സാധനം ഒറിജിനലായിട്ട് യഥാർത്ഥമായിട്ട് ചെയ്ത് അതെ ഒറിജിനൽ കിട്ടും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ പലതും തട്ടിപ്പടക്കുന്ന സമയമുണ്ട്. നമുക്ക് ഒറിജിനലായിട്ട് ഇപ്പോൾ മരുതവാണെങ്കിലും പുഷിരാവാണെങ്കിലും മാണിക്കുവാണെങ്കിലൊക്കെ അപ്പോൾ ഒറിജിനൽ കല്ല് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം അങ്ങനെ എല്ലാം തട്ടിപ്പാണല്ലോ സാധനങ്ങൾ. ഇത് നമ്മുടെ സരിത, എറണാകുളം സരിത തിയേറ്ററിൻ്റെ സൈഡിൽ മാർക്കറ്റ് റോഡ് കയറി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ KTC പാർസൽ ഓഫീസ് ഉണ്ട്. അതെ അതെ, അതിൻ്റെ തൊട്ടടുത്ത് ഓപ്പോസിറ്റ് ആണ് കട, ഓപ്പോസിറ്റ് ഉള്ളിലേക്കുള്ള വഴി. റഹീം ടവേഴ്സ്. അപ്പോൾ നിങ്ങളെ ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിൽ സന്തോഷം, പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ സന്തോഷം. വളരെ നന്ദിയുണ്ട്, വളരെ നന്ദി. ഓക്കെ, മുഹമ്മദിൻ്റെ ഒരു ഓർമ്മ എനിക്ക് എപ്പോഴും ഭയങ്കര വിഷമം ഉണ്ടാക്കൂടെ വരുമ്പോൾ. നമ്മുടെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം ഇവിടെ തന്നെ കിടന്നാണ് മരിച്ചത്, പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു. 2020 ജൂൺ 1 തീയതി. എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. 42 വയസ്സേ ഉണ്ടായുള്ളൂ. അതെ അതെ അതെ, നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു മനുഷ്യ സ്നേഹിയായിരുന്നു. ഞാനുമായിട്ട് നല്ല അടുപ്പമായിരുന്നു, ഭയങ്കര കാര്യമായിരുന്നു. അതെ അതെ, അങ്ങനത്തെ ഒരു മനുഷ്യനെ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇപ്പോൾ എടുത്തു പറയേണ്ടത്, ഇപ്പോൾ ദുഷ്ടന്മാർ പന പോലെ വളരും, അങ്ങനെയുള്ള ആളുകളെ ദൈവം പെട്ടെന്ന് വിളിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പലയിടത്തും പഠിച്ചിരിക്കുന്നത്. മൂത്ത ചേട്ടനായി പുള്ളിയാണ് ഇതിന്റെ ഫൗണ്ടർ. അതെ അതെ, പുള്ളി 98 മരിച്ചുപോയി. അതെ. പക്ഷെ ഈ ഇവിടെ പണിയെടുത്ത ആൾക്കാരും എല്ലാവരും ഇപ്പൊ നല്ല രീതിയിൽ നല്ല മുതലാളിമാരായിട്ട്. അതങ്ങനെ വരും. ഇവിടുത്തെ ഒരുപാട് കുടുംബങ്ങൾ ഇത് വെച്ച് ഈ കടയെ വെച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഐശ്വര്യം അങ്ങനെ വരുമല്ലേ, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പൊ ഇതിന്റെ പുണ്യമൊക്കെ മൂത്ത ആള് റാഷിക്കാണ് പുള്ളിയുടെ പേര്, റാഷി മുഹമ്മദ്. അവർക്ക് ദൈവം എപ്പോഴും എത്തിച്ചു കൊടുക്കട്ടെ. അതെ അതെ അതെ, ഒരു ആത്മശാന്തി. ഓക്കെ, ഒരുപാട് സന്തോഷം, ഒത്തിരി സ്നേഹം. വീണ്ടും കാണാൻ സാധിച്ചാൽ താങ്ക് യു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്. തീർച്ചയായും. ഓക്കെ, ഗുഡ് നൈറ്റ്.